നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ആരംഭിച്ചതോടെ പെരുവഴിയിൽ വലഞ്ഞ യാത്രക്കാർ. ബസ് സമരം വ്യാപാരികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ബാധിച്ചു. സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായ അവസ്ഥയിലാണ്. സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള കൂറ്റനാട്, തൃത്താല മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. KSRTC ബസ്സുകൾ നടത്തിയ അധിക സർവീസുകളാണ് യാത്രക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. ബസ് പണിമുടക്ക് യാത്രക്കാർക്ക് പുറമെ കച്ചവടക്കാരും ഓട്ടോ തൊഴിലാളികളെയും ബാധിച്ചു. നഗരങ്ങളിൽ ജനത്തിരക്ക് കുറഞ്ഞതോടെ കടകളിലെ കച്ചവടവും ഇടിഞ്ഞു. സ്വകാര്യ ബസ്സില്ലാത്തതുകൊണ്ട് ആളുകളുടെ വരവ് കുറവാണല്ലോ, അപ്പോൾ നമ്മളെ കച്ചവടത്തിനെ ബാധിക്കും. കാരണം ചില്ലറ കച്ചവടക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ബസ് സമരം. കാരണം വീട്ടിലേക്ക് മടങ്ങി പോകാൻ നിൽക്കുക, ചെറിയൊരു കച്ചവടമായിട്ട് പോകാൻ ഞാൻ ബസ്സില്ല, തിരിച്ചു പോകാൻ എൻ്റെ വീട്ടിലേക്ക്. വിവിധ ആവശ്യങ്ങൾക്കായി ആളുകൾക്ക് പുറത്തിറങ്ങാനാവാത്തതിനാൽ ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരെ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി. രാവിലെ മുതൽ കൂറ്റനാട് സ്റ്റാൻഡിലെത്തിയിട്ടും കേവലം 30 രൂപയുടെ ഓട്ടമാണ് ഇതുവരെയായി ലഭിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ സന്തോഷ് പറഞ്ഞു. സ്വകാര്യ ബസ് പണിമുടക്ക് കാരണം ഓട്ടോറിക്ഷകൾക്കൊന്നും ഓട്ടമില്ല. അതിപ്പോൾ ഉച്ചയിട്ട് ആകെ 30 രൂപയ്ക്കാണ് ഓടിക്കുന്നത്. കുറേ വണ്ടികൾ ഇതവിടെ എടുക്കുന്നുണ്ട്, ഓട്ടമൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങുന്നത് മുഴുവൻ സ്വന്തം വാഹനങ്ങളിലൊരു മാത്രമാണ് ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. പണിമുടക്ക് ശരിക്കും നന്നായി ബാധിച്ചിട്ടുണ്ട് നമ്മളുള്ള ആൾക്കാർക്കൊക്കെ. സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് കടന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികമോടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. പാലക്കാട് തൃശ്ശൂർ നിലമ്പൂർ റോഡാണ് ഈ കിടക്കുന്നത്. ഇവിടെ ഈ സംസ്ഥാന ഹൈവേയിലൂടെ KSRTC ബസ്സുകൾ 1 മണിക്കൂറിലധികമായി ഒരു KSRTC ബസ് വരും. അപ്പോൾ ഈ വന്ന ആളുകളൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകേണ്ട സ്ഥിതി, കൂട്ടായിട്ട് 1, 2, 3 ആളുകൾ ചേർന്നിട്ട് ഇത് കൂട്ടായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട സ്ഥിതി. ചില ആളുകൾ തിരിച്ചു പോകുന്നു. ഇപ്പോൾ ഇവിടുന്ന് സാധാരണക്കാരായ ചെറിയ ആളുകളൊക്കെ ചെറിയ ജോലി എടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ തിരിച്ചു പോകും. 2 ദിവസം കഴിഞ്ഞാൽ പൊതുപണി മുടക്ക് വരും. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ലീവുകൾ ഈ സാധാരണക്കാരുടെ ജീവിതത്തിന് സാരമായി ബാധിക്കും. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കേരളത്തിൽ പണിമുടക്ക് ബലത്തിൽ ഹർത്താലായി മാറും. 10 തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ ഭാഗമാകും. 17 ആവശ്യങ്ങളാണ് പണിമുടക്കിലെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. ഇതിൽ പ്രധാനം തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ്. ഈ ലേബർ കോഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ തൊഴിൽ മേഖലയിൽ കുറയും. CITU, INTUC, AITUC, HMS, AITUC, TUCC, SCWA, AICCTU, LPF, UTUC എന്നീ 10 ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംയുക്ത കിസാൻ മോർച്ചയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ ഭാഗമാകും. പാൽ, ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്കിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കാത്തതിൽ എതിർപ്പുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ചാലിശ്ശേരി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും വന്ന കാർ ചാലിശ്ശേരി ആശുപത്രി റോഡിലേക്ക് കയറുന്നതിനിടെ ചങ്ങരംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൂറ്റനാട് പിലാക്കാട്രി സ്വദേശിയായ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് മുൻ MLA VT ബൽറാം. കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആശുപത്രി സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. രോഗികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഇവിടെ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു. കാരണം ഓർത്തോ വിഭാഗത്തിന് ഡോക്ടർമാരില്ല, ENT വിഭാഗത്തിൽ ഡോക്ടർമാരില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ അതിനൊന്നും ഡോക്ടർമാരില്ലാത്തത്
ആശുപത്രിയുടെ ഇഫക്റ്റീവ്നെസ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത് ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് എല്ലാവരും രോഗികൾ പറഞ്ഞത്. അതോടൊപ്പം ഞാനിവിടെ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് തോന്നുന്നു 2024 ജനുവരിയിൽ തൊട്ട് ഇത് പ്രവർത്തനം ആരംഭിക്കും എന്നാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിരുന്നത്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ആളുകൾക്ക് പ്രയോജനകരമാവുന്നില്ല. മെഷീൻസൊക്കെ അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും അടുത്ത് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ സൂചിപ്പിച്ച നല്ല കാര്യം. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വി ടി ബൽറാം സൂചിപ്പിച്ചു. ആശുപത്രി അധികൃതരുമായി വി ടി ബൽറാം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി. പരാതികൾ മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളതെന്നും വി ടി ബൽറാം സൂചിപ്പിച്ചു. പക്ഷേ അതോടൊപ്പം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സത്വരമായിട്ടുള്ള ശ്രദ്ധയും ഇടപെടലും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പല കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്റർ പ്ലാനോ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോ ഇതിന് മുമ്പായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഏച്ചുകൂട്ടിയ നിലയിലാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല സ്ഥലങ്ങളും ഇപ്പോഴും ചോർന്നൊലിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം, അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങളോ അവിടെ ഉണ്ടാവേണ്ട ഒരു ക്ലെൻലിനെസ്സോ അവിടെ ഉണ്ടാകുന്ന ഒരു ആംബിയൻസോ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു താലൂക്ക് ആശുപത്രിയാണ്. ചെറിയ ആശുപത്രികളിൽ PHC-കളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും CHC-കളിലും പോലും ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ ഒരു അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഹൈറാർക്കിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ നിലയ്ക്കുള്ള ഒരു സൗകര്യങ്ങൾ ഇനിയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. KR നാരായണസ്വാമി, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ, രാമദാസ്, K ബഷീർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും വി ടി ബൽറാമിനൊപ്പം ഉണ്ടായിരുന്നു. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മോസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും USS നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. A+ വളരെ എഫേർട്ടോടുകൂടി കഷ്ടപ്പെട്ട് കുട്ടികൾ പഠിച്ചിട്ട് നേടുന്നത് തന്നെയാണ്. പക്ഷേ A+ മാത്രമല്ല ജീവിതത്തിന്റെ സക്സസ് നിർണ്ണയിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മാർക്കിനും സർട്ടിഫിക്കറ്റിനും ഒപ്പം ചില സ്കില്ലുകൾ കൂടി നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയും. ഒന്ന്, നിരന്തരമായി പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എഡ്യൂക്കേഷന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നിരന്തരമായി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ അധ്യാപകരടക്കമുള്ളവരെ പോലെയല്ല. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി മറ്റൊരു ലോകമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും മറ്റു ടെക്നോളജികളാണെങ്കിലും ഒക്കെ എല്ലായിടത്തും ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സ്കില്ലുകൾ നമുക്ക് അനിവാര്യമായി വരുന്നു. നിരന്തരമായി നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ആ പഠനം മാറ്റേണ്ടത് വളരെ അനിവാര്യമായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ലൈഫ് ലോങ് ലേണറായിട്ട് മാറുക എന്നത് ഈ 21st സെഞ്ചുറിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മുതില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PO മായ, PTA പ്രസിഡന്റ് PD സുബീഷ്, SMC ചെയർമാൻ PV മുഹമ്മദ് അഷറഫ്, പ്രധാനാധ്യാപകൻ KR രവീന്ദ്രൻ, M രതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മേഴത്തൂർ സ്വദേശി മരിച്ചു. കിഴക്കേ കോടനാട് പള്ളൂരത്ത് വീട്ടിൽ 52 വയസ്സുള്ള നാരായണനാണ് മരിച്ചത്. കൂറ്റനാട് മലറോഡിന് സമീപം ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് നാരായണനെ അജ്ഞാത വാഹനം ഇടിച്ചത്. ജോലി കഴിഞ്ഞ് ഭാര്യ വീടായ കൂറ്റനാട് EMS നഗറിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ നാരായണനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കൂറ്റനാട് അമ്പാടി ഹോട്ടലിലെ ജീവനക്കാരനാണ് നാരായണൻ. അതിവേഗതയിലും അശ്രദ്ധമായും വന്ന വാഹനം ഇടിച്ച്
തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റ നാരായണൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിനിടയാക്കി നിർത്താതെ പോയ വാഹനത്തിനായി തൃത്തല പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാതിരക്കാട്ടിൽ ബിന്ദു ഭാര്യയും ശിവാനി മകളുമാണ്. ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എടപ്പാൾ സ്വദേശി ബാല ഗണേശനും. ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ബാല ഗണേശൻ മത്സരത്തിനായി തയ്യാറെടുപ്പ് നടത്തുന്നതെങ്കിലും ബാലഗണേശന് മുന്നിൽ പ്രതിസന്ധിയാകുന്നത് പണമാണ്. ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ എടപ്പാളുകാരനും വട്ടംകുളം സ്വദേശി ബാലഗണേശനാണ് ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത്. ബീഹാറിൽ നടന്ന FIDE ദേശീയ അമേച്വർ ഇവന്റിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയതോടെയാണ് മറ്റു 2 പേർക്കൊപ്പം ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത്. തന്റെ ജീവിതം തന്നെ ചെസ്സിനായി മാറ്റിവെച്ച ബാലഗണേശൻ ഇതിനോടകം തന്നെ നിരവധി മത്സരങ്ങളിൽ മാറ്റുരച്ച് വിജയിയായിട്ടുണ്ട്. കുടുംബ പ്രാരാബ്ദം മൂലം പഠനത്തിനൊപ്പം കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന ബാലഗണേശന് +2 പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതോടെ എപ്പോഴോ ചെസ് ഹരമായി മാറി. പലരും കളിക്കുന്നത് കണ്ട് ചെസ് കളി സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു. ഗുരുനാഥനില്ലാത്തതിനാൽ ആദ്യകാലങ്ങളിൽ നിരവധി വീഴ്ചകൾ വരുത്തിയ ഗണേശൻ പടിപടിയായി ചെസ്സിന്റെ നിയമങ്ങൾ പഠിച്ചെടുത്ത് മത്സരരംഗത്ത് തിളങ്ങി. കൂലിപ്പണിക്ക് പോകുന്നത് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പണം സമ്പാദിക്കാനായി മാറി. നിരവധി അമേച്വർ മത്സരങ്ങളിൽ വിജയിച്ച അനുഭവ പാഠവുമായി രാജ്യത്തിനായി ജേഴ്സി അണിയാൻ തയ്യാറെടുക്കുന്ന ബാലഗണേശനു മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് പണമാണ്. തന്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല. 2 ലക്ഷത്തിലധികം രൂപ ഇതിനായി ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ. ആരെങ്കിലും തന്നെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും രാജ്യത്തിന്റെ അഭിമാനമായി വളരാൻ തനിക്ക് സാധിക്കുമെന്നാണ് ബാലഗണേശൻ പറയുന്നത്. ഏഷ്യൻ അമേച്വർ കളിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു 1.5 ലക്ഷം റുപ്യോളം എറൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എൻട്രി ഫീയും താമസവും ഫുഡും എല്ലാം കൂടെ അവിടെ 10 ദിവസത്തെ ടോട്ടൽ 10 ദിവസമാണ് നമുക്ക് ടൂർണമെന്റിന് അവിടെ ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങൾക്ക് പിന്നെ അവിടെ അക്കോമഡേഷൻ 10 ദിവസത്തേക്ക് എന്ന് പറയുന്നത് 1,35,000 അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അത് 3 പേര് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ഒരു 3 പ്ലെയറിനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഒരു 45 ഒരാൾക്കാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് സർവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ചെസ്സിലേക്ക് ഞാൻ ഒരുപാട് കാലം മുന്നേ വന്നെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും കിട്ടാതെ കുറെ കാലം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ അതിജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്നത് കൂലിപ്പണിക്ക് പോയിട്ട് കുറച്ച് നാൾ പണിക്ക് പോകും, കുറച്ച് നാൾ ടൂർണമെന്റ് കളിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാലം പോയി. അപ്പൊ നമുക്ക് ചെസ്സിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള എക്സ്പെൻസ് കെയർ ചെയ്യാനുള്ള ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഏതെങ്കിലും നല്ലൊരു സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് ചെസ്സിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നല്ല വില്ലിങ് ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സ്പോൺസർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 99 47 19 41 94 എന്ന നമ്പറിൽ ബാലഗണേശനെ ബന്ധപ്പെടാവുന്നതാണ്. തനിച്ച് ഒരു വാടക റൂമിലാണ് താമസം. സ്വന്തമായി ഒരു വീട് എന്നതും ബാലഗണേശന്റെ സ്വപ്നമാണ്. ഇയാൾ അവിവാഹിതനാണ്. ദുബായിൽ വെച്ച് ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ച അജ്മലിന് ചാലിശ്ശേരി ഗ്രാമം കണ്ണീരോടെ വിട നൽകി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അജ്മലിന്റെ വസതിയിലും പള്ളിയിലുമായി അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഈ മാസം 2-നാണ് ചാലിശ്ശേരി ദുബായ് റോഡ് കൊളവർണയിൽ വീട്ടിൽ മുഹമ്മദ് ഉണ്ണിയുടെ മകൻ 24 വയസ്സുള്ള അജ്മൽ ദുബായിലെ ജോലിസ്ഥലത്ത് വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. കപ്പലിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ അജ്മലിന് ഷോക്കേൽക്കുകയായിരുന്നു. 2.5 വർഷത്തോളമായി ദുബായിൽ ജോലി ചെയ്യുന്ന അജ്മൽ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി 1.5 വർഷം മുമ്പാണ് ഏറ്റവും ഒടുവിലായി നാട്ടിലെത്തിയത്. ഈ വരുന്ന 30-ന് നാട്ടിൽ വരാനിരിക്കെയായിരുന്നു അജ്മലിന്റെ മരണം. തുടർ നടപടികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച മൃതദേഹം വിമാനമാർഗം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 ചാലിശ്ശേരിയിലെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ചാലിശ്ശേരി മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വസതിയിലും പള്ളിയിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സുബൈദയാണ് അജ്മലിന്റെ മാതാവ്. അസ്ലഹ, അഫീന, നിഷ എന്നിവരാണ് സഹോദരങ്ങൾ. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പട്ടാമ്പി താലൂക്ക് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത്. ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയായിരുന്നു ധർണ. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു. 9.5 വർഷക്കാലമായി LDF ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും മേഖലയിൽ വീഴ്ചയുണ്ടായാൽ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ VT ബൽറാം കുറ്റപ്പെടുത്തി. ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞുമാറുകയാണെന്നും VT ബൽറാം സൂചിപ്പിച്ചു. വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരമേറ്റിട്ട് 9.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായാൽ, അത് ആരോഗ്യ മേഖല തന്നെ ആവണമെന്നില്ല, ഏത് മേഖലയിലും ഒരു വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം 9.5 വർഷം മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന, നാട് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടേതാണ്. ഇതേ രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ കാണുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ 60 വർഷം മുമ്പ് മരിച്ചുപോയ നെഹ്റുവിന്റെ ഉത്തരവാദിത്തമാണ് അത് എന്നാണ് അവർ പറയാറുള്ളത്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പ്രശ്നമാണ് എന്ന് പറയും. 9.5 വർഷമായി അധികാരത്തിലിരിക്കുകയാണ്. ഈ കാലയളവിൽ മുഴുവൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവർ സ്വയം പാടിപ്പുകഴ്ത്തിയിരുന്നത് PR ഏജൻസികളെ വെച്ചുകൊണ്ട് പ്രചരണം നടത്തി പൊലിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ആരോഗ്യ മേഖലയെ കുറിച്ചാണ്. ആ കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് ഇന്ന് വെന്റിലേറ്ററിലായിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിന് സത്യസന്ധമായിട്ടുള്ള മറുപടികൾ പറയണ്ടേ, അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കണ്ടേ. ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കാനെങ്കിലും തയ്യാറാവണ്ടേ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ M രാധാകൃഷ്ണൻ, PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടിയടത്തോൾ, C സംഗീത, KR നാരായണസ്വാമി, AP രാമദാസ്, ഗീതാമണികണ്ഠൻ, വിനോദ്, അസീസ് പട്ടാമ്പി, നീലടി സുധാകരൻ, KT റുക്കിയ, K ബഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.